കാമുകിയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് സിംഹക്കൂട്ടിനകത്ത് ഇറങ്ങി റീൽസ് എടുത്ത ആളെ 3 സിംഹങ്ങളും ഭക്ഷിച്ചു തീർത്തു. സംഭവം വന്നത് താഷ്കെൻഡിലാണ്. സോവിയറ്റ് റഷ്യയിലെ താഷ്കെൻഡ് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ വെച്ചാണ്. അവിടെ ധാരാളം പ്രൈവറ്റ് മ്യൂസിയവും സൂവും ഒക്കെ ഉണ്ട്. കാരണം വളരെ പുരാതനമായ നഗരങ്ങളും റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായിരുന്ന താഷ്കെൻഡില് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വെച്ച് രാഷ്ട്രീയമായ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം മരണപ്പെട്ട ഒരു സംഭവം. അതുകൊണ്ട് താഷ്കെൻഡൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. അവിടുത്തെ പുരാതനമായ ധാരാളം കെട്ടിടങ്ങളും മ്യൂസിയവും ലൈബ്രറിയും ഒക്കെ അവിടെ ഉള്ള സ്ഥലമാണ്. അവിടുത്തെ മ്യൂസിയം എല്ലാം പ്രൈവറ്റാണ്, സൂവും പ്രൈവറ്റാണ്, ഗവൺമെൻറ് വക സ്ഥാപനങ്ങളല്ല. അവിടുത്തെ ഒരു പ്രൈവറ്റ് സൂവിലെ മൃഗശാലയിലെ ജീവനക്കാരനായ ഇറിസ് കുലോവ 40 വയസ്സുണ്ട്. അയാൾക്ക് ഒരു കാമുകിയുണ്ട്. കാമുകിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇയാൾ രണ്ടുപേരും മെസ്സേജൊക്കെ അയക്കും. അവരുടെ ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ ഇവിടുത്തെ പയ്യന്മാരൊക്കെ എടുക്കുന്ന പോലെ റീൽസ് അയാളും എടുത്തു. അയാൾക്ക് ഒരു കൗതുകം തോന്നി. തൻ്റെ മൃഗശാലയിലെ സിംഹങ്ങളുടെ അടുത്ത് താൻ നിൽക്കുന്ന ഒരു റീൽസ് എടുത്ത് തൻ്റെ കാമുകിക്ക് കൊടുത്താൽ അവൾക്ക് കൂടുതൽ തന്നോട് അടുപ്പം തോന്നും എന്ന് കരുതി അയാൾ ക്യാമറയുമായിട്ട് ആ സൂവിലിറങ്ങി. വെളുപ്പിനെ തന്നെ ഇറങ്ങി. ആ കാടിൻ്റെ അന്തരീക്ഷത്തിലാണ് ആ സൂ നിൽക്കുന്നത്. ആ 1-2 ഏക്കറിനകത്താണ്, പച്ചപ്പ് നന്നായിട്ട് പിടിച്ചു കിടക്കുന്ന വനം പോലെയുള്ള സ്ഥലത്ത് ആണ് 3 സിംഹങ്ങൾ പാർപ്പിച്ചിരിക്കുന്നത്. 3 സിംഹങ്ങൾക്ക് കിടക്കാൻ സൗകര്യത്തിന് അവർക്കൊരു കൂടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഓപ്പണായിട്ട്. മറ്റൊരു കാട് വശമായതുകൊണ്ട് ഈ കൂട്ടിൽ വന്നാണ് അവർ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ 3 സിംഹങ്ങൾ നോക്കിയപ്പം അവർക്ക് ജീവനുള്ള ജന്തുക്കളെ ഭക്ഷിക്കുന്നതാണല്ലോ സിംഹത്തിനൊക്കെ കൂടുതൽ താല്പര്യം. അവർ നോക്കിയപ്പം വെളുപ്പിനെ നോക്കിയപ്പം ഒരാള് അവരുടെ അടുത്തേക്ക് ഒരു ക്യാമറയുമായിട്ട് ഇങ്ങനെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് പതുക്കെ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. മൃഗങ്ങൾക്ക് കൗതുകം തോന്നി. ജീവനോടെ ഒരു ഇരയെ കിട്ടിയല്ലോ. അങ്ങനെ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ആ മ്യൂസിയത്ത്. ആ മൃഗശാലയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊന്ന ജന്തുക്കളുടെ ശരീരഭാഗങ്ങളാണ്. ഇപ്പം ലൈവായിട്ട് ഇതാ വരുന്ന ഒരാൾ, അയാൾ ക്യാമറ കൊണ്ട് വളരെ ക്ലോസ് ആയി ഈ സിംഹത്തിൻ്റെ അടുത്തെത്തി 3 സിംഹങ്ങളും ഒന്നിച്ച് അറ്റാക്ക് ചെയ്തു അയാളെ ഭക്ഷിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ. ഇതുപോലുള്ള റീൽസുകൾ റിസ്ക് എടുത്ത് ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തൻ്റെ കാമുകിയെ ഒക്കെ കാണിക്കാനും അവരുടെ മുമ്പിൽ താൻ വലിയൊരു ആളാണെന്ന് ചിത്രീകരിക്കാനും ഒക്കെ വേണ്ടി ഉള്ള ശ്രമത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കുട്ടികൾ പലരും റീൽസ് എടുത്ത് അപകടത്തിൽ മരണപ്പെട്ടതൊക്കെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ ഒരു കെട്ടിടത്തിൻ്റെ 8 നിലയിലും 10 നില കെട്ടിടത്തിൽ തൂങ്ങിക്കുന്ന ഒരു പെൺകുട്ടിയുടെ എൻ്റെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അത് റീൽസ് എടുക്കുകയായിരുന്നു. അവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ അന്ത്യമാവും. വലിയ വെള്ളച്ചാട്ടത്തിനും പാറക്കോട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതുപോലെ റീൽസ് എടുത്ത് ആ മോളിൽ നിന്ന് താഴെ പോയ സംഭവം, ധാരാളം സംഭവങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരിക്കലും മനുഷ്യന് ചെയ്യാൻ കഴിയില്ലാത്ത ചില രംഗങ്ങൾ ചിത്രീകരിച്ച് എതിർപക്ഷത്തെ അത് വിറ്റ് കാശാക്കാനോ അല്ലെ എതിർപക്ഷത്തുള്ള തൻ്റെ കാമുകിക്ക് കൊടുത്താൽ കാമുകിയുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. ഇറിസ് കുലോവ അയാൾക്കൊരു കാമുകിയുണ്ട്. ആ കാമുകിയുടെ ഇഷ്ടത്തിന് വേണ്ടി ഇയാൾ പലതും കോപ്രായം കാണിക്കും. അങ്ങനെ കാണിച്ച ഒരു സന്ദർഭത്തിലാണ് അവര് ഈ അപകടത്തിൽ അയാൾപ്പെട്ടത്. ഏതായാലും മൃഗശാലയിലെ ആ അധികാരികള് ഇത് കണ്ട് അവർ CCTV ദൃശ്യത്തിൽ ഇത് കണ്ടു. ഒരാൾ അങ്ങോട്ട് അടുക്കുന്നു, സിംഹങ്ങളുടെ അടുത്തോട്ട് പോകുന്നു. പെട്ടെന്ന് അവരെല്ലാവരും അവരുടെ ഷാർപ്പ് ഷൂട്ടേഴ്സും ഒക്കെ ആയിട്ട് പെട്ടെന്ന് വന്നു. ഇയാളെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആ മൃഗത്തിനെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം മറ്റ് 2 പേരെ മയക്കുവെടി വെച്ച് മറ്റ് 2 സിംഹങ്ങളെ മയക്കുവെടി വെച്ച് അവർ വീഴ്ത്തി. പക്ഷേ ഇയാളുടെ ശരീരഭാഗങ്ങൾ ഭൂരിപക്ഷവും അവർ തിന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ മൃഗശാലയിൽ തന്നെ ഒരു ജീവനക്കാരനാണ് ഇയാളെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മൃഗങ്ങളെ മുഴുവൻ കണ്ടു, സിംഹങ്ങളെ നേച്ചർ അറിയാം, നേരിട്ട് അനുഭവിച്ച ആളാണ്. അത് ഏത് സമയം മനുഷ്യനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കും. അതാണ് അതിൻ്റെ സ്വഭാവം എന്ന് ബേസിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. മൃഗശാല ജീവനക്കാരും നമ്മളതിലും കൂടുതൽ ആ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ആ മനുഷ്യനാണ് ക്യാമറ എടുത്തുകൊണ്ട് പോയി
ഈ തൻ്റെ കാമുകിക്ക് അയച്ചു കൊടുക്കാനുള്ള റീൽസ് ചിത്രീകരിക്കാൻ ആ മൃഗശാലയിൽ ഇറങ്ങിയെന്ന് നമ്മൾ ആലോചിക്കണം. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും ഇതുപോലെ അബദ്ധമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാൻ പോകുന്നത് ഒരിക്കലും നല്ലതല്ല. അത് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നുള്ള കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ കണ്ടത്.